ഇത് നമ്മുടെ റഹ്മാനിയ ഹോട്ടൽ. നമ്മളിവിടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി എത്തിയതാണ്. ഇവിടുത്തെ തിരക്കും ക്യൂ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത് ഇത് ബിവറേജിന്റെ ക്യൂ അല്ല എന്നുള്ളത്. ഞാൻ ബിവറേജ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ ക്യൂ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അരമണിക്കൂറിന്റെ തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റ് കിട്ടി. ഇതാണ് നമ്മുടെ ഡാഡി കൂള്. പുള്ളി നക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡേറ്റ്സിന്റെ അച്ചാറാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല അടിപൊളി അച്ചാറാണെന്ന് പുള്ളി പറഞ്ഞത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത മൈലാഞ്ചിച്ചോറ് എത്തി. മൈലാഞ്ചിച്ചോറ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ നെയ്ച്ചോറും നല്ല ബീഫിന്റെ കറിയും അതേപോലെ തന്നെ ചിക്കൻ വറുത്തതും ചമ്മന്തിയും അച്ചാറും പപ്പടവും പരിപ്പും ഒക്കെ വരുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഈ പരിപ്പ് ഇതിന്റെ മണ്ടേ കൂടെ വെച്ചതിന് ശേഷം പപ്പടവും കൂട്ടി ബീഫൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കിഡിലോസ്കി ഐറ്റം തന്നെയാണ്. ഒന്ന് മസ്റ്റ് ട്രൈ ഐറ്റം. നല്ല അടിപൊളി നെയ്ച്ചോറൊക്കെയാണ്. ചിക്കൻ വറുത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തൊന്നുമല്ല, ഇവിടുത്തെ മെയിൻ ഫേമസ് ഐറ്റം ഇവിടുത്തെ ചിക്കൻ ബിരിയാണി. നല്ല ലോങ് റൈസ് കുക്ക് ചെയ്ത ഒരു അടിപൊളി ഐറ്റം. നല്ല കുക്ക് ചെയ്ത ചിക്കനൊക്കെ ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ബീഫിനും പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ബിരിയാണിയും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല എതള് പോലെ ഇരിക്കുന്ന ബീഫ്, അടിപൊളി സാധനം. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ലാസ്റ്റ് ഐറ്റം ഡെസേർട്ട്. അത് ഇവിടുത്തെ ഒരു കോക്കനട്ട് പുഡിംഗ് ആണ്. അതും കഴിച്ചിട്ട് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്ത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവിന്റെ ഓപ്പോസിറ്റ് ആട്ടോ.